ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽ എം തിങ്. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം കൃതി സമവാക്യങ്ങളിൽ പേജ് 92 4ഉം 5ഉം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ചോദ്യം നമുക്ക് വായിക്കാം. 4ാമത്തെ ചോദ്യം, പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 195. വാട്ട് ആർ ദ നമ്പേഴ്സ്? തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 195 ആയാൽ സംഖ്യകൾ ഏവ. ഓക്കെ, ചോദ്യം വായിച്ചു കഴിഞ്ഞല്ലോ, നമുക്ക് ചെയ്യാൻ നോക്കാം. പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 195. വാട്ട് ആർ ദ നമ്പേഴ്സ്? തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 195 ആയാൽ സംഖ്യകൾ ഏവ. ഒറ്റ സംഖ്യ നോക്കിയാൽ 1, 3, 5 ഇങ്ങനെയാ പോകുന്നത് അല്ലേ? ദേ ഡിഫർ ബൈ 2. അപ്പോൾ ആദ്യത്തെ എക്സ് എടുത്താൽ അടുത്ത എന്തായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് എടുക്കാം. ഓക്കെ, ലെറ്റ് ദ നമ്പേഴ്സ് ബി, ലെറ്റ് ദ കോൺസിക്യൂട്ടീവ് odd numbers be x and x plus 2. Their product ഇതിൻ്റെ ഗുണനഫലം എക്സിൻ്റെ എക്സ് പ്ലസ് 2 ഈക്വൽസ് 195. ഓപ്പൺ ദ ബ്രാക്കറ്റ്. ഇത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ്. എക്സാമിനേഷന് ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന് മാത്രം ഒരു മാർക്കുണ്ട്. എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽസ് 195. ഇത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ചെയ്യാം. നോക്കിക്കേ, ഇവിടെ 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ 1, ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ്, ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ്. എത്ര കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽസ് 195 പ്ലസ് 1 ഈക്വൽസ് 196. ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഈക്വൽസ് 196. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 196. 196ൻ്റെ റൂട്ട് എത്രയായിരിക്കും? 14 അല്ലേ? 14 ഈക്വൽസ് 14. എക്സ് പ്ലസ് 1 14 ആണെങ്കിൽ എക്സ് എത്ര? എക്സ് ഇസ് ഈക്വൽ ടു 1 അപ്പുറത്തുണ്ടാകുമ്പോൾ 14 മൈനസ് 1 ഈക്വൽസ് 13. അപ്പം നമ്പേഴ്സ് എന്താന്ന് കിട്ടും? എക്സ് 13. അപ്പോൾ എക്സ് പ്ലസ് 2 എത്ര? 13 പ്ലസ് 2 ഈക്വൽസ് 15. Therefore, numbers are 13 and 15. മനസ്സിലായല്ലോ? ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നതുകൊണ്ട് 13 and 15 നമുക്ക് കിട്ടി. ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 579 must be added to get 140 as the sum? 5, 7, 9 എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ കൂട്ടുമ്പോഴാണ് 140 കിട്ടുക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ചോദ്യം വായിച്ചല്ലോ, നമുക്ക് ചെയ്യാം. ഹൗ മെനി ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 579 must be added to get 140. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 140 കിട്ടുമ്പോൾ എത്ര ടേംസ് ആണ്, എത്ര പദങ്ങളാണ് ആഡ് ചെയ്തത്? ഇത് സമ്മാണ് തന്നിരിക്കുന്നത്. SN is equal to 140 തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടേം എത്ര? 5. കോമൺ ഡിഫറൻസ് എത്ര? 7 മൈനസ് 5 is equal to 2. നമ്മൾ SN വരണം ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലാതെ നമ്മൾ വേറെ പഠിച്ചല്ലോ. ഹാഫ് n പ്ലസ് 1 പ്ലസ് NB. SN 140 തന്നിട്ടുണ്ട്. ഈക്വൽസ് ഹാഫ് ഇൻറ്റു എന്ന് പറയുന്ന ഡി ഈസ് 2, n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് n ഇൻറ്റു ബി. ബി എന്ന് പറയുന്നത് എന്താണ്? ബി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് എത്ര കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇൻറ്റു 3.
140 ഈക്വൽസ് ഈ ടൂം കട്ട് ചെയ്യുക n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് n ഇൻറ്റു 3n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 140 ഈക്വൽസ് n ഇൻറ്റു n സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3n. അപ്പോൾ 3n പ്ലസ് n എത്ര വരും? 4n അല്ലേ? പുറത്തോട്ട് എഴുതാണ്. n സ്ക്വയർ പ്ലസ് 4n ഈക്വൽസ് 140. അപ്പം ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റിയതേ ഉള്ളൂ. അപ്പം ഇവിടെ നോക്കിക്കേ, എത്ര ആഡ് ചെയ്യണം? 4ൻ്റെ പകുതി 2, 2ൻ്റെ സ്ക്വയർ 4, ആഡിങ് 4 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? n സ്ക്വയർ പ്ലസ്, നമുക്ക് പുറത്തോട്ട് എഴുതാം, n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 4, n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 4 ഈക്വൽസ് 140 പ്ലസ് 4 അല്ലേ? 4ൽ ആഡ് ചെയ്യേണ്ടത്. അപ്പം എത്ര കിട്ടും? ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? n പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽസ് 144. അപ്പോൾ n പ്ലസ് 2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144. n പ്ലസ് 2 ഈസ് ഈക്വൽ ടു 12. ഇങ്ങനെയുള്ള ചെറിയ നമ്പറിൻ്റെ റൂട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ n ഈസ് ഈക്വൽ ടു 12 മൈനസ് 2 ഈസ് ഈക്വൽ ടു 10. എത്ര നമ്പേഴ്സ്, എത്ര ടേംസ് ആഡ് ചെയ്തപ്പോഴാണ് 140 കിട്ടിയത്? 10. Therefore our answer is number of terms. Number of terms equals 10. ഓക്കെ, നമ്മൾ 2 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എക്സസൈസിലെ എല്ലാ ചോദ്യങ്ങളും തീർന്നു. ഇനി നമുക്ക് കുറച്ച് 2 സൊല്യൂഷൻസ് എന്ന ടോപ്പിക്ക് പഠിക്കാനാണ് ഉള്ളത്. ഇനി അതിലേക്ക് കടക്കാം. ഇനി 2 സൊല്യൂഷൻസിനെ കുറിച്ച് പഠിക്കാം. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ എടുക്കാം. 2 സൊല്യൂഷൻസ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, 2 സൊല്യൂഷൻ, 2 ആൻസർ. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആകാം, രണ്ടും പോസിറ്റീവ് ആകാം. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് 2 വാല്യൂസ് എടുക്കാൻ പറ്റില്ല, ഒരെണ്ണം മാത്രമേ എടുക്കാൻ പറ്റൂ. അതായത് നമ്പർ ഓഫ് സൈഡ്സ്, ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ, ഇതെല്ലാം നമ്മൾ പോസിറ്റീവ് എടുക്കും. ഡിസ്റ്റൻസ്, ഇതൊന്നും ആരും നെഗറ്റീവിൽ പറയില്ല. നമ്പർ ഓഫ് ടേംസ് 3, അല്ല -3 എന്ന് പറയുമോ? ഇല്ല. ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ -10 എന്ന് പറയുമോ? ഇല്ല, 10. അപ്പം അങ്ങനെയുള്ള കേസുകളിലെല്ലാം നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കൂ. ഇനി നമ്മൾ നെഗറ്റീവ് വാല്യൂയും കൂടെ എടുക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം, ഒരു ഉദാഹരണം നോക്കാം. x² മൈനസ് 4x പ്ലസ് 3, ഇതൊരു പോളിനോമിയലാണ് അല്ലേ? പോളിനോമിയൽ എക്സ്, p ഓഫ് x എന്ന് കൊടുക്കാം. x² മൈനസ് 4x പ്ലസ് 3, ഇതിന് ഏതൊക്കെ വാല്യൂ, എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇത് 0 വരിക എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഇക്വേറ്റിംഗ് ടു 0 ബിക്കംസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ നോക്കിക്കേ, p ഓഫ് 1, ആദ്യം എക്സിന് 1 കൊടുക്കാം. 1² മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് 3. നോക്കിക്കേ, 1² ഈസ് 1, 1 മൈനസ് 4 പ്ലസ് 3, 3 1 4, 4 4 പോയാൽ 0 കിട്ടിയില്ലേ? എക്സിന് 1 കൊടുത്തപ്പോൾ 0 കിട്ടിയതുകൊണ്ട് നമുക്ക് x is equal to 1, p of 1 is equal to 0, which means that ഈ 1നെ ഇപ്പുറത്തോണ്ട് വരുമ്പോൾ x minus 1 is a factor of the given polynomial. x minus 1 ഒരു ഫാക്ടർ ആണെന്ന് പറയാം. ഇനി ഇവിടെ സെക്കൻഡ് ഡിഗ്രി ആണ്, ഇനി ഒരു ഫാക്ടറും കൂടെ നമുക്ക് കിട്ടും. ഏതാണ് നമുക്ക് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ 3യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും. 1 into 3 is 3, 3 into 1 is 3, 3യും 1യും വരത്തുള്ളൂ അല്ലേ? ഇപ്പം 1 വന്നു, ഇനി നമുക്കത് 3 ഇട്ട് നോക്കിയാലോ. p of 3 is equal to 3² minus 4 into 3 plus 3. 3² is 9 minus 4 into 3 is 12 plus 3.
ഇപ്പോൾ എത്രയായി? 9 + 3 12, 12 - 12 0. അപ്പം എക്സിന് 3 ആയപ്പോഴും എന്താണ് 0 വന്നു. P of 3 is equal to 0. എക്സിന് 3 ആയപ്പോൾ P of 3 is equal to 0. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയാം? therefore ഈ 3 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം x - 3 എന്ന് വരും. x - 3 ഈസ് എ ഫാക്ടർ എന്ന് കിട്ടി. അപ്പം ഈ പോളിനോമിയൽ നമുക്ക് 2 ഫാക്ടർ കിട്ടി. ഏതൊക്കെയാണ് ഫാക്ടർ കിട്ടിയത്? x - 1ഉം x - 3. അപ്പം നമുക്ക് ഈ പോളിനോമിയലിനെ 2 ഫാക്ടറായിട്ട് എഴുതിക്കൂടെ? 2 ഫാക്ടറായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. നമുക്കിതിനെ 2 ഫാക്ടറായിട്ട് എഴുതാം. ഇതാണ് x² - 4x + 3 ഈക്വൽസ് എന്താണ് x - 1 എന്നും x - 3 എന്നും നമുക്ക് 2 ഫാക്ടർ കിട്ടി അല്ലേ? എക്സിന് 1 കൊടുക്കുമ്പോഴും 0, എക്സിന് 3 കൊടുക്കുമ്പോഴും 0. അങ്ങനെ നമുക്ക് 2 ഫാക്ടർ കിട്ടി. ഈ പോളിനോമിയലായിട്ടാണ് നമ്മൾ എടുത്തത്. ഇതിൻ്റെ ഗ്രാഫൊക്കെ നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജിയോജിബ്ര ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ പാരബോളയാണ് കിട്ടുന്നത്. അതൊക്കെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, നോക്കിയാൽ മതി. അപ്പം ഈ പോളിനോമിയൽ ഇത് ഇക്വേഷൻ ആക്കുമ്പോഴോ x² - 4x + 3 is equal to 0. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? x - 1 × x - 3 is equal to 0. അപ്പം both are 0. So when x - 1 is equal to 0, x is equal to 1. When x - 3 is equal to 0, x is equal to 3. ഇപ്പോൾ നോക്കിക്കേ, എക്സിന് നമുക്ക് 2 പോസിറ്റീവ് വാല്യൂസ് ആണ് കിട്ടിയത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ചെയ്യാൻ ഉള്ളത്. നമ്മൾ ചെയ്യാൻ പോകുന്നതും അത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ്. പിന്നെ നമുക്ക് ഇത് ജിയോജിബ്ര ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫിലും കണ്ടെത്താം. എക്സിന് വാല്യൂ കൊടുത്ത് ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ബോക്സ് വരച്ചിട്ട് എന്താണ് എക്സിനും വൈക്കും വാല്യൂ കൊടുത്ത് നമുക്ക് എക്സിന് വാല്യൂ കൊടുക്കുക, 0, 1 എന്ന് വാല്യൂ കൊടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് y കിട്ടും. നമുക്ക് ഇത് y is equal to x² - P of x is equal to x² - 4x + 3 എന്ന് എഴുതിയിട്ട് y is equal to P of x is equal to y. അതായത് y എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് പാരബോള ഇങ്ങനത്തെ ഷേപ്പിൽ കിട്ടും. പിന്നെ അല്ലെങ്കിൽ പാരബോള തന്നെ ഇങ്ങനെ വരാം. പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ വരുന്ന പാരബോള ഉണ്ട്. അപ്പോൾ 2-3 തരത്തിൽ പാരബോള ഇങ്ങനെ യു പോലെ വരുന്നതിനാണ് പാരബോള എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്പോഴേ എക്സിൽ ടച്ച് ചെയ്യുന്ന 2 പോയിന്റ് ഉണ്ടായിരിക്കും. ഇതാണ് 2 സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ. ഇനി ഞാൻ വേറൊരു ചോദ്യം ചെയ്യാം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിയോ. നേരത്തെ എടുത്തത് തന്നെ നമുക്ക് ഒന്നുകൂടി എടുക്കാം. 4x + 3 is equal to 0. ആഡിങ് 1 on both sides. അപ്പോൾ ഇതെന്തായിട്ട് മാറും? x² - 4x + 3 + 1 equal to 0 + 1. എന്തായിട്ട് മാറും? x² - 4x + 4 is equal to 1 എന്ന് കിട്ടും. ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? x - 2² is equal to 1 എന്ന് കിട്ടും. അപ്പോൾ x - 2² is equal to 1 എന്ന് പറയുമ്പോൾ x - 2 is equal to എന്താണ്? √1. ഇവിടെ നമുക്ക് 2 വാല്യൂ എടുക്കാം, +or -1. അതായത് +or -1 എന്ന് പറയുമ്പോൾ √1 is 1. അപ്പോൾ +1 ഉണ്ട്, നമുക്ക് എന്ത് കിട്ടും? -1 എന്നും കിട്ടും. when x - 2 is equal to 1, x is equal to -2 അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ +2, 1 + 2 is equal to 3 എന്ന കിട്ടും. ഇനി ഇവിടെ -1 കൊടുത്താലോ? x - 2 is equal to -1, x is equal to -1 + 2 is equal to 1. അപ്പോൾ 1 എന്നും 3 എന്നും നമുക്ക് ആൻസർ കിട്ടി. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കിട്ടത്തില്ലേ? നോക്കാം, ആൻസർ നമുക്ക് നോക്കാം. ഏതാണ് നമ്മുടെ ഇതെല്ലാവരും നമ്മുടെ ഇക്വേഷൻ അതിലല്ലേ ആഡ് ചെയ്ത്. അപ്പം എക്സിന് 3 യോട് ഇവിടെ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. 3² - 4 × 3 + 3. 3² is 9 - 12 + 3.
ഈക്വൽസ് 12 മൈനസ് 12 0 എന്നല്ലേ. ഇനി അടുത്ത എക്സിന് 1 കൊടുക്കാം. 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് 3, 1 മൈനസ് 4 പ്ലസ് 3, ഇതെല്ലാം നേരത്തെ ചെയ്ത് തന്നെയാണ്. നോക്കിയേ, ഇവിടെ എന്ത് കിട്ടി? 3 പ്ലസ് 1 4, 4 മൈനസ് 4 0. അപ്പോൾ ഇവിടെ നേരത്തെ അതേ ആൻസർ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തി. എന്താ ചെയ്ത്? +1 ആഡിങ് +1 ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡും ഒരേ വിലകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ വാല്യൂ. ഓക്കെ, അപ്പം വേറൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. മറ്റൊരു ചോദ്യം നോക്കിക്കേ. 99, 97, 95 dash dash. How many terms added to this sequence to get 900 as the sum? എത്ര പദങ്ങൾ ഈ സീക്വൻസിൽ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 900 തുകയായിട്ട് കിട്ടുക? അപ്പം നമുക്ക് തന്നിട്ടുണ്ട് SN is equal to 900. അപ്പം ഇവിടെ ഫസ്റ്റ് ടേം 99, കോമൺ ഡിഫറൻസ് 97 മൈനസ് 99 ഈക്വൽസ് -2. അപ്പം SN is equal to n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം അറിയാമോ? ഇല്ല. XN നമുക്ക് അല്ലേ കണ്ടുപിടിക്കണം. XN കണ്ടുപിടിച്ച് ചെയ്യാം. അല്ലെങ്കിൽ SN is equal to half AN n+1 പ്ലസ് NB അല്ലെ BN എന്ന് എഴുതാം. ഈ ഫോർമുലയിൽ കൊടുക്കാം. 900 ഈക്വൽസ് ഹാഫ് ഇൻറ്റു എന്ന് പറയുന്നത് എന്താണ്? D. ഇത്ര -2 n ഇൻറ്റു n+1 പ്ലസ് n ഇൻറ്റു B. B എന്ന് പറയുന്നത് എന്താണ്? F മൈനസ് D. F എത്ര? 99 മൈനസ് -2. ഇത്ര വരെ 99 പ്ലസ് 2 ഈക്വൽസ് 101 എന്ന് കിട്ടും. അപ്പോൾ n ഇൻറ്റു 101 എന്ന് എഴുതാം. n ഇൻറ്റു 101. ഓക്കെ, -900 ഈക്വൽസ് ഈ ടൂം കട്ടെ മൈനസ് n ഇൻറ്റു n+1 പ്ലസ് 101 n എന്ന് കിട്ടും. ഇനി ഇതിന് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. -n സ്ക്വയർ മൈനസ് n സ്ക്വയർ മൈനസ് n പ്ലസ് 101 n. ഈ 900 അപ്പുറത്തുണ്ടോ? -900 ഈക്വൽ ടു 0. ഇതിനെങ്ങനെ എഴുതാം? -n സ്ക്വയർ മൈനസ് n എന്ന് പറഞ്ഞാൽ -1n. ഇത് 101. അപ്പോൾ പ്ലസ് 100 എന്ന് വരും അല്ലേ? 100n മൈനസ് 900 ഈക്വൽ ടു 0. ഇനി എല്ലാത്തിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ആക്കുക. അന്നേരം ആദ്യത്തെ ടേം നമുക്ക് പോസിറ്റീവ് ആവുക. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. n സ്ക്വയർ മൈനസ് 100n പ്ലസ് 900 എന്ന് കിട്ടും. നമുക്ക് ഇതിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ ചെയ്യാം. ഈ 900ന് അപ്പുറത്ത് കൊണ്ടുപോവാം. n സ്ക്വയർ മൈനസ് 100n ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ഈക്വൽസ് മൈനസ് 900. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഇതിൻ്റെ പകുതി എത്ര? 50. 100/2 ഹോൾ സ്ക്വയർ. അതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ എന്താണ്? 50 സ്ക്വയർ 2500. ആഡിങ് 2500 ഓൺ ബോത്ത് സൈഡ്സ്. ആഡിങ് 2500 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ n സ്ക്വയർ മൈനസ് 100n പ്ലസ് 2500 ഈക്വൽസ് മൈനസ് 900 പ്ലസ് 2500. ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാ? n മൈനസ് 50. 50ൻ്റെ സ്ക്വയർ അല്ലേ? n മൈനസ് 50 ഹോൾ സ്ക്വയർ ഈക്വൽസ് എത്ര കിട്ടും? പോസിറ്റീവ് നെഗറ്റീവ് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാകുമ്പോൾ 1600. n മൈനസ് 50 ഹോൾ സ്ക്വയർ ഈക്വൽസ് 1600. Therefore, n minus 50 is equal to square root of 1600.
അപ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് 40 എന്ന് കിട്ടും. രണ്ട് വാല്യൂ കിട്ടും കേട്ടോ, പ്ലസും മൈനസും കിട്ടും. അപ്പോൾ നമുക്ക് ആ രണ്ട് വാല്യൂ എടുത്ത് നോക്കാം. n-50 ഈക്വൽസ് 40 പ്ലസ് 40 വരുമ്പം n ഈസ് ഈക്വൽ ടു 50 അപ്പുറത്തുകൊണ്ട് വരുമ്പോൾ 40 പ്ലസ് 50 ഈക്വൽസ് 90 എന്ന് കിട്ടും. ഇനി n-50 ഈക്വൽസ് -40 ആണെങ്കിലോ n ഈസ് ഈക്വൽ ടു ഈ -40 ഈ -50 അപ്പുറത്തുണ്ട് പ്ലസ് 50 ഈക്വൽസ് 10. രണ്ടും പോസിറ്റീവ് വാല്യൂസാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ആൻസർ എന്താകാം? രണ്ടും ആകാം. n ഈസ് ഈക്വൽ ടു 90 ഓർ 10. 90 ആവാം 10 ആകാം. അതാണ് 2 സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് 2 സൊല്യൂഷനാണ് കിട്ടിയിരിക്കുന്നത്. 90 ആകാം 10 ആകാം. പക്ഷേ നെഗറ്റീവ് ആയിരുന്നു നമുക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരുന്ന കേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ പോസിറ്റീവ് മാത്രം എടുക്കുക. ഇവിടെ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് രണ്ടും എടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസും ചെയ്ത് 2 സൊല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ പേജ് 96 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.